ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും മനോഹരമായൊരു ദിവസം കൂടെ ദൈവം ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ 89-ാമത്തെ സങ്കീർത്തനത്തിൽ ദീർഘമായൊരു സങ്കീർത്തനമാണ്. ആരംഭം മാത്രം നമ്മളത് ദീർഘമായി അത് കുറച്ച് ചിന്തിച്ചു. അത് ഒരു മ്യൂസിക് നോട്ട് അവസാനിക്കുന്ന 4-ാമത്തെ വാക്യം വരെയുള്ളത്. വിശേഷിച്ച് ഇതൊരു ക്രിസ്തുമസ് ഗീതമെന്ന് പറയാനായിട്ട് അത് തന്നെയാണ് കാരണമായിട്ട് കാണുന്നത്. യഹൂദന്മാർക്കത് ക്രിസ്തുമസ് ഗീതമല്ല, എന്നാൽ ക്രൈസ്തവ സഭയ്ക്ക് ഒരു ജയഘോഷ ഗീതമായിട്ട് കാണാനായിട്ട് കാരണം അതാണ്. 4-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നതിൻ്റെ ആ പൂർത്തീകരണം, അതായത് നിൻ്റെ സന്തതി, അതായത് ഇതിൻ്റെ ഒരു ഗോഡ്സ് കവനൻ വിത്ത് ഡേവിഡ്, ദാവീദിനോടുള്ളൊരു നിയമം, അതെങ്ങനെ അത് ഉറപ്പിച്ചേ നമുക്ക് പുതിയ നിയമത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിൻ്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിൻ്റെ സിംഹാസനത്തെ തലമുറ ഉറപ്പിക്കുമെന്ന് ദാവീദിനോട് സത്യം ചെയ്തു. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് മലഹ വചനിപ്പിൻ്റെ സമയത്ത് വചനം വന്ന് ഗബ്രിയേൽ മലഹ വന്ന് മറിയത്തോട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നതായ അരുളപ്പാടിൻ്റെ ആ സമയം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേര് വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൽ അത് ഫുൾഫിൽ ചെയ്യുകയാണ്. അപ്പോൾ ദാവീദിൻ്റെ ആ തെരഞ്ഞെടുപ്പുണ്ട്, ചൂസൻ തെരഞ്ഞെടുപ്പ് നാളുകൾക്ക് മുമ്പേ. അതാണ് ബൈബിളിൻ്റെ പ്രത്യേകത. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ദേവന്മാരെന്ന് പേരുള്ളവരുണ്ടല്ലോ, അപ്പോൾ ദൈവം അവരെ വെല്ലുവിളിക്കുന്നുണ്ട്, വരുവാനുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന്. അവർക്കാർക്കും പറയാൻ പറ്റത്തില്ല വരുവാനുള്ളത്, കാരണം സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം, യഹോവയായ ദൈവം. അപ്പോൾ ദൈവങ്ങളുടെ പേരുള്ളവരുണ്ട്. വീണുപോയ ഏഞ്ചൽസിൻ്റെ ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്, വീണുപോയ മലാഹാവൃന്ദം എന്ന് പറയുന്നത്. അതാണ് അവന് പല പവറും ഇതൊക്കെയുണ്ട് ഈ ദുഷ്ടശക്തിക്ക്. ദുഷ്ടശക്തി എന്ന് തന്നെയല്ലേ പറയുന്നത്, ദുഷ്ടശക്തിക്ക് ഈവിൾ ഫോഴ്സസ് പലതുണ്ട്. പക്ഷേ വരാനുള്ളത് അറിയിക്കാൻ, അത് തെറ്റായിട്ട് അറിയിക്കുന്നതൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചിലതൊക്കെ പറയും, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറയാൻ പറ്റും, കാരണം കഴിഞ്ഞതല്ലേ, അത് അവനെ അറിയാമായിരിക്കും, അവൻ അത് പറയാനും. പക്ഷേ വരാനുള്ളത്, ഞാൻ തിരുവനമെന്ന് പറയുന്ന പ്രവചനമാണ്, എന്നോട് ചോദ്മീൻ, ഞാൻ വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് പറയണം. മാത്രമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളപ്പോൾ നമ്മളുടെ ജീവിതത്തിലും ചില റിവീൽ ചെയ്ത് തരും. നമുക്കെന്ത് മുമ്പോട്ട് പോകുമ്പോൾ ഓരോ പാതയിലും ദൈവം ഗൈഡ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. എന്നാലും ഇവിടെ നമ്മൾ കാണുകയാണ്. അത് അങ്ങനെയാണെങ്കിൽ ഇത് പഴയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇതിൻ്റെ പൂർത്തീകരണത്തിന് പറയുന്നൊരു പ്രധാനപ്പെട്ടൊരു ഭാഗമുണ്ട്. നമ്മൾ ക്രിസ്തുമസിനൊക്കെ ജനപ്പെരുന്നാളിനൊക്കെ നമ്മൾ പറയുന്നതായ വായിക്കുന്ന, ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന കാർഡിലൊക്കെ, ഇപ്പോൾ കാർഡൊന്നുമില്ല എങ്കിലും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വാക്യമാണ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ മുതലൊക്കെ നമ്മൾ കാണുന്നത്. എന്താണ് അവിടെ പറയുന്നത്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. കണ്ടോ, അവിടെ ദാവീദിൻ്റെ സിംഹാസനത്തെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ ഇവിടെ ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അത്ഭുത മന്ത്രി, വീരനാ ദൈവം. ഈ കർത്താവായ യേശു ക്രിസ്തു യേശു ദൈവമാണെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു വിഭാഗക്കാർ എപ്പോഴും ചോദിക്കും. പ്രത്യേകിച്ച് ഇസ്ലാമിക വിഭാഗക്കാർ അവർ ചോദിക്കുന്നത്, യേശു ദൈവമാണെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? അതാണ് പഴയ നിയമത്തിൽ കർത്താവായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഇത് വ്യക്തമായിട്ട് നമുക്കറിയാം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അത്ഭുതം, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, അവന് ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. കണ്ടോ, വീരനാം ദൈവം, മൈറ്റി ഗോഡ്, നിത്യപിതാവ്, എറ്റേണൽ ഫാദർ എന്ന് പറയും, നിത്യപിതാവ്. കണ്ടോ,
സമാധാനപ്രഭു. അപ്പോൾ അവിടെ തന്നെ പറയുകയാണ് അവൻ്റെ വീരനാം ദൈവമാണെന്ന് പറയുക. അപ്പോൾ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കർത്താവായ യേശുക്രിസ്തു ജീവിച്ച നാളുകളിൽ യോഹന്നാൻ്റെ സുവിശേഷവും 10ാം അധ്യായത്തിലേക്ക് വരും നമ്മൾ കാണുന്നുണ്ട്. അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കൊണ്ടല്ല അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു എന്ന് പറയുക. അതെന്തുകൊണ്ടാണെന്നറിയോ? അവൻ താൻ മനുഷ്യനായിരിക്കും ദൈവമെന്ന് അവന് യേശുവിൻ്റെ പ്രവർത്തികളും വാക്കുകളും കാണുമ്പോൾ താൻ ദൈവമാണെന്ന് അവർക്ക് മനസ്സിലാകുക, അങ്ങനെ ദ്യോതിക്കുക, അവർക്കങ്ങനെ തോന്നുക. തന്നെത്താൻ ദൈവമാക്കിയത് കൊണ്ടാണ് അവർ കല്ലെടുക്കാൻ അവർക്ക് നിന്നത്. അപ്പോൾ യേശു താൻ ദൈവമായിട്ട് തന്നെയാണ് അവരോട് ഇടപെട്ടപ്പോഴും എല്ലാം അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അവനെ ക്രൂശിക്കാനും തന്നെ കാരണം ദൈവോത്തരൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ക്രൂശിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഈ സങ്കീർത്തനത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, അതിലേക്ക് വരും, നമ്മൾ തുടർന്ന് വരും. അതായത് നീ എൻ്റെ പിതാവ് എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ വരുന്നുണ്ട്. പഴയ നിയമത്തിലെങ്ങും അബ്രഹാമിൻ്റെ സന്തതികളൊന്നും ദൈവത്തെ പിതാവെന്ന് അഭിസംബോധന ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. കോമണായിട്ട് പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു ദൈവമല്ലോ ഒരു പിതാവല്ലോ ഉള്ളതെന്ന് പറയുന്നുണ്ട്. നല്ല വ്യക്തിപരമായി അങ്ങനെ വിളിക്കുന്ന ഒരു ഇതില്ല. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. പ്രാർത്ഥനയിലാണ് നമ്മളെ പഠിപ്പിച്ചത് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാനായിട്ട് പുത്രത്വത്തിൻ്റെ പദവി. ഏതായാലും ഇവിടെ നമ്മൾ കാണുകയാണ്, യഹോവേ സ്വർഗം നിൻ്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിൻ്റെ വിശ്വസ്തയും സ്തുതിക്കും. സ്വർഗത്തിൽ 5-6 സ്വർഗത്തിൽ യഹോവയുടെ സദൃശനായവനാര്, ദേവപുത്രന്മാർ യഹോവയ്ക്ക് തുല്യനായവനാര്. ഇവിടെ ഡച്ച് പരിഭാഷയിലൊക്കെ കുറച്ചും കൂടി വ്യക്തമായിട്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ പറയണ യഹോവയുടെ സദൃശനായവനാരെന്ന് പറയുന്നതിന് അവനോട് നിഴലായവനാര്. അവൻ്റെ നിഴലായി പോലും ആർക്കെങ്കിലും വരാൻ പറ്റുമോ? സദൃശ്യം വേണ്ട, അവൻ്റെ നിഴലായി പോലും ആർക്കും വരാൻ പറ്റത്തില്ല. കാരണം അവൻ അതുല്യനാണ്, അനന്യനാണ്, അതുല്യനാണ് അവൻ. അതുകൊണ്ടാണ് സ്വർഗത്തിൽ യഹോവയുടെ സദൃശനായവനായര്, ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവർ. ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും ഇത് ഭയപ്പെടുവാൻ യോഗ്യനുമാകുന്നു. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അവിടെ ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ പറയുകയാണ്, അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവമാരുള്ളൂ. ഉണ്ട് ദൈവത്തിൻ്റെ വിശേഷത പറയുക, അകൃത്യം ക്ഷമിക്കും, അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കും. അങ്ങനത്തെ ഒരു ദൈവമാണ്. സമനായ ദൈവം ആരുള്ളൂ. അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. ദൈവം എന്നേക്കും കോപം വെച്ചുകൊള്ളുന്ന ദൈവമല്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളൊക്കെ നീ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയും. ഇവിടെ ദൈവം കോപിക്കുന്ന ദൈവമാണോ? അനേകർ ചിന്തിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ശാന്തനായിരിക്കണം, നിർഗുണപ്രമമായിരിക്കണം എന്ന് പറയും. നിർഗുണം എന്ന് പറഞ്ഞാൽ ആ ശാന്തന ആയിരിക്കണം. ആ ദൈവമാണ്. ദൈവമായിരിക്കും തന്നെ ദൈവം കോപിക്കുന്നുണ്ട്. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു പറയും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ആളൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുക. ഒരു കാര്യം പറഞ്ഞ ഉടനെ നമ്മളനുസരിച്ചാൽ അവർ കോപിക്കില്ല. അവർ വളരെ ശാന്തമായിട്ടാണ് ആദ്യം പറയുന്നത്. നമ്മൾ തന്നെയാണ് ചിന്തിച്ചില്ല കാര്യം ശാന്തമായിട്ട് കുഞ്ഞുങ്ങളോടൊക്കെ ഇടപെടുന്നത് ശാന്തമായിട്ട് നമ്മൾ പറയുക. അവർ ഒബേ ചെയ്താൽ നമ്മൾ പിന്നെ ഒന്നും പറയുന്നില്ല. അവർ അത് അനുസരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ ട്യൂൺ മാറും, കുറച്ചും കൂടെ മാറും. അവർ ഒട്ടും കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഹാർഷായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ദൈവത്തിൻ്റേതും. ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം അവിടെയുണ്ട് അല്ലേ? പക്ഷെ ദൈവം എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലാണ് അവന് പ്രസാദമെന്നാണ് പറയുന്നത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളൊക്കെ ഇനി സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയും. അപ്പോൾ ഇതിൽ ദൈവത്തോട് സമനായവൻ ആരുമില്ല എന്നാണ്. ദൈവത്തോട് സമൻ ദൈവം പാപം ക്ഷമിക്കുക മാത്രമല്ല മറക്കുകയും പൊറുക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവം എന്നൊരു പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. അവയെ ഓർക്കുന്ന പോലുമല്ല ദൈവം. ചിലർ പറയും അവൻ ചെയ്തൊക്കെ ഞാൻ ക്ഷമിക്കാം, പക്ഷെ അവൻ മറക്കത്തില്ല എന്ന് പറയും. ക്ഷമിക്കാൻ മറക്കത്തില്ല എന്ന് പറയും ചിലർ. മറക്കാൻ ചിലർക്ക് വിഷമമാണ്, കാരണം അതങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഇഴുകിപ്പോയതുപോലെ. എന്നാൽ അതിനെയും മറക്കുവാൻ കൃപ തരുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല അത് ഓർത്താൽ പോലും അതിന് എഫക്റ്റ് ഇല്ലാതാക്കും. കാരണം അല്ലെങ്കിൽ അവൻ ചെയ്ത ക്രൂരത ഓർക്കുമ്പോഴെല്ലാം ഇവന് റിവഞ്ച് വരും. അവൻ എന്നാലും എന്നോടങ്ങനെ ചെയ്തല്ലോ, എന്നോടങ്ങനെ പറഞ്ഞല്ലോ എന്ന് റിവഞ്ച് വരും. എന്നാൽ ദൈവകൃപയിൽ കൊണ്ടുവന്ന് നമ്മളത് ഇത് ചെയ്യുവാണെങ്കിൽ ഈ കീറിക്കളഞ്ഞ, അതായത് പാസ് ചെയ്ത ഒരു ടിക്കറ്റ് പോലെ, അതായത് നമ്മൾ ടിക്കറ്റ് എടുത്തു ബസ്സിലേക്ക് കയറി. ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല, വ്യത്യാസമുണ്ട്.
ഓൺലൈനിലൊക്കെ അതുകൊണ്ട്. എന്നാലത് ടിക്ക് ചെയ്തു, അത് ഓർഡർ അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് വാലിഡിറ്റി ഇല്ല അല്ലേ, അത് എക്സ്പയർ ആയി കഴിഞ്ഞു. യാത്ര തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വാലിഡിറ്റി ഇല്ലാത്തതുപോലെ നമ്മൾ ആ വ്യക്തി ചെയ്തത് ഓർത്താലും ആ വ്യക്തിയോട് നമുക്കൊന്നും തോന്നത്തില്ല, പരിഭവമോ പരാതിയോ റിവെഞ്ചോ വിരോധമോ ഒന്നും തോന്നത്തില്ല. അതാണ് ദൈവത്തിൻ്റെ കൃപയുടെ പ്രത്യേകത. നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചതുകൊണ്ടാണ്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പരിഭവം നമ്മളിന്ന് മാറുകയാണ്, നമ്മുടെ ഹൃദയം ശുദ്ധമാകുവാണ്. കാരണം അസൂയയൊക്കെ അസ്ഥികൾക്ക് ദ്രവത്വമാണ്. ക്രോധം പല രോഗങ്ങളിലേക്ക് കാരണം ക്രോധമാണെന്ന് പറയും. ക്രോധമുള്ള ഹൃദയം ഇങ്ങനെ നീറിപ്പോകുകയും അത് മനസ്സിങ്ങനെ അസ്വസ്ഥമാക്കും, അത് മാനസിക വൈകല്യങ്ങളുളവാക്കുന്നു, സൈക്കോളജിക്കൽ എഫക്ട്സ്. ഈ ക്രോധമൊക്കെ, കോപവും ക്രോധവും അകാരണമായതും. അതാണ് ചിലർക്ക് മ്യൂസിക് തെറാപ്പിയൊക്കെ പറഞ്ഞുകൊണ്ട് സൈക്കോളജിസ്റ്റൊക്കെ സംഗീതം കേൾക്കണമെന്നൊക്കെ പറയുന്നത്. എന്തായാലും എല്ലാറ്റിനും നമുക്ക് ഉപരിയായിട്ട് ഉണ്ട് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവത്തോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, അതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത. സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഇതെല്ലാം മാറിപ്പോവുക, അതെല്ലാം എക്സ്പയർ ആയി പോവുകയാണ്, അതിൻ്റെയൊക്കെ വാലിഡിറ്റി നഷ്ടപ്പെടുകയാണ്. നമുക്ക് പിന്നെ അവരോട് പരിഭവമൊന്നും തോന്നുന്നില്ല. ദൈവസ്നേഹം അവിടെ സ്ഥാനത്ത് റീസ്റ്റോർ ചെയ്യപ്പെടുന്നു, റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയുക. പിന്നെ ആ വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാൻ തോന്നുകയാണ്. നമ്മൾ എതിർത്ത വ്യക്തിയെ പോലും നമ്മൾ സ്നേഹിക്കുകയാണ്. യോസഫിൻ്റെ ജീവിതത്തിൽ അതൊക്കെയാണ് കാണുന്നത്. ആ ക്രോധം, റിവെഞ്ചൊക്കെ റീപ്ലേസ് ചെയ്ത് അവിടെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുകയാണ്. എന്നിട്ട് ആ സഹോദരങ്ങളെയൊക്കെ സ്വീകരിക്കുകയാണ്. അവരോട് പറയുക, നിങ്ങളല്ല എന്നെ അയച്ചത്. അവർ മുഴുവനായി മനസ്സോടെ അവർ ക്ഷമിക്കുകയാണ്. ക്ഷമിച്ചിട്ട് നിങ്ങളെ പോറ്റി പുലർത്താൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ ദൈവം മുന്നറിഞ്ഞ് ദൈവം എന്നെ ഇവിടെ അയച്ചതാണ്. അതുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ഞാൻ പരിപാലിക്കുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് യോസഫ് അവരോട് ക്ഷമിക്കുന്നത്. പിന്നെ അവർ വേദനിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ വേദനിക്കുന്നുണ്ട്. ഇവർ ക്ഷമിച്ചു കാണുമോ? യാക്കോബ് മരിച്ചു, അപ്പം പിതാവ് മരിച്ചതിന് ശേഷം ഇവർ വിചാരിച്ചു ഇനി അവൻ ഞങ്ങളോട് പ്രതികാരം ചെയ്യുമായിരിക്കും. അപ്പോൾ യോസഫ് അവിടെ പറയുന്നുണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും ഇല്ല എന്ന്, അങ്ങനെ ഞാൻ റിവെഞ്ച് ചെയ്യുകയില്ല എന്ന് യോസഫ് വെളിപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ആ വിശ്വസ്തത അനന്യനാണ് എന്ന്. അപ്പോൾ ദൈവം എന്തിൽ അനന്യൻ? ക്ഷമിക്കുന്നതിൽ അനന്യനാണ്. ഇനി സ്വർഗത്തിൽ യഹോവയുടെ സദൃശനായ അവർ ദൈവത്തിന് യഹോവയ്ക്ക് തുല്യനായവരെ. ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവൻ ചുറ്റുമുള്ള എല്ലാവർക്കും ഏത് ഭയപ്പെടുവാൻ യോഗ്യനുമാകുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്നെപ്പോലെ ബലവാനാരുള്ളൂ. യഹോവേ, നിന്റെ വിശ്വസ്തത നിന്നെ ചുറ്റിയിരിക്കുന്നു. ഈ സങ്കീർത്തനങ്ങളെല്ലാം മുഴുവനും ഇത് തന്നെയാണ്. ഈ സങ്കീർത്തനത്തിൽ കൂടെ ആവർത്തിച്ച് പറയുക, ദൈവം ബലവാനാണ്, അത് അവൻ്റെ വിശ്വസ്തത. അതുകൊണ്ട് വിശ്വസ്തത എത്ര പ്രാവശ്യം അവിടെ ആവർത്തിച്ച് വരുന്നുണ്ട്. വിശ്വസ്തതയെക്കുറിച്ച് പറയും. എന്തൊക്കെ പറയുന്നു? വിശ്വസ്തത 1-ാമത്തെ വാക്യത്തിൽ 2-ലും ഈ വിശ്വസ്തതയെക്കുറിച്ച് തന്നെ പറയുകയാണ്. നീ സമുദ്രത്തിൻ്റെ ഗർവത്തെ അടക്കി വാഴുന്നു, അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അതിനെ അമർത്തുന്നു. റാഹബിനെ ഒരു ഖദനെ പോലെ തകർത്തു, നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ ചിതറിച്ചു കളഞ്ഞു. 65-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടുന്ന് സമുദ്രത്തിൻ്റെ തിരവാലുകളെ ശാസിക്കുന്നു, അതിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അല്ലേ, ദൈവം എല്ലാറ്റിനും നിയന്ത്രിക്കുന്നതായ സ്നേഹവാനായ ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. 65-ാം സങ്കീർത്തനം 7-ാം വാക്യമാണ്, അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലവും ശമിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം സർവശക്തനായ എല്ലാറ്റിനെയും വാഴുന്ന ദൈവമാണെന്ന് അവിടെ ദ്യോതിപ്പിക്കുന്നതാണ് നമ്മൾ വായിച്ച ഭാഗങ്ങളിലുള്ള പറഞ്ഞുകൊണ്ട്. നീ റഹബനെ ഒരു ഹദനെ പോലെ തകർത്തു, നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ നീ ചിതറിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ ബലമുള്ള ഭുജം, ആ ബലമുള്ള കരുത്ത് നമുക്ക് നമ്മളെ തന്നെ അർപ്പണം ചെയ്യും. അവൻ തക്ക സമയത്തുങ്ങൾ ഉയർത്തുവാനും അവൻ്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പിനെന്നും തിരുവഴുത്തിൻ പ്രകാരം. അപ്പോൾ ആ ബലമുള്ള കരത്തിന് കീഴെ, വിശ്വസ്തതയുള്ള കരത്തിന് കീഴെ, ദാവീദിനോട് കൂടെയിരുന്ന ദൈവത്തിൻ്റെ കഴുത്തിന് കീഴെ, ദാവീദിനെ ഉയർത്തിയ ദൈവത്തിൻ്റെ കരത്തിന് കീഴെ ഞങ്ങൾ അമർന്നിരിക്കട്ടെ. തക്ക സമയത്ത് അവിടെ ഞങ്ങളെ ഉയർത്തണം. ഞങ്ങൾക്കായിട്ടല്ല, തിരുനാമ മഹത്വത്തിനായി നിന്റെ മഹത്വം ദർശിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഉയർത്തണമേ. തണ്ടിന്മേൽ വെച്ച വിളക്ക്, അപ്പോൾ ഞങ്ങൾ ആ ഒരു തണ്ടായി മാറുവാൻ നീ ഞങ്ങളുടെ പ്രകാശമായിരിക്കട്ടെ. ആ പ്രകാശം മറ്റുള്ളവർക്ക് വിളകുവാൻ തക്കവണ്ണം അവിടുന്ന് തന്നെ ഞങ്ങളെ ഉയർത്തണമേ. ഞങ്ങൾക്കല്ല യഹോവയെ, ഞങ്ങൾക്കല്ല, തിരുനാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ എന്ന് ആ സങ്കീർത്തനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തണമേ. പുത്രൻ്റെ നാമം ഞങ്ങൾക്കൂടെ വെളിപ്പെടണമേ. എല്ലാ നന്മകളും നിറയ്ക്കണമേ. മഹത്വത്തോടുന്ന് മാത്രം എടുക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധനാമവും മഹത്വപ്പെടുവാനായിട്ട് തന്നെ. വയലേലകളും നാഥന്റെ ഗീതികൾ പാടിടുന്നു, നിൻ മഹിമാവേ വാഴ്ത്താൻ എൻ മനം നീ തുറക്കൂ.